പോലീസ് ഫലപ്രദമായ നടപടികളാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിനുള്ള നടപടി എടുത്തു എന്നാണ് സംശയിക്കേണ്ടത്. അപ്പോൾ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക. പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലേ, പിടിയിലാവുമെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ? പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ, അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിലക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്? എത്ര ബീഭത്സമായ കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ? ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ അല്ല, നമ്മളിപ്പോൾ അത് തന്നെ അലക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ മാതൃകാപരമാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ജയിലിൽ കിടന്നയാള് ഈ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തുണ്ടാവുമല്ലോ. പറഞ്ഞയാൾ സംസാരിക്കുമ്പോൾ അന്നേരം അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരമൊരു കുറ്റത്തിൽ ജയിലിൽ കിടന്നയാൾ ഒപ്പം കഴിയുന്നില്ലേ? ഈ പറയുന്നയാളല്ല. അങ്ങനെ ആളുകളെ പുറത്താക്കിനോ? പുറത്താക്കപ്പെട്ടിനോ? ഈ MLA-മാരായിട്ടുള്ള ചിലര് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലർ ജയിലിലടക്കം കിടന്നിനല്ലോ. ആ ജയിലിൽ കിടന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിനോ അവര്?